മുതിർന്ന നേതാക്കൾ, ഇവിടെ വിഷയം അവതരിപ്പിക്കാൻ വന്ന ബഹുമാനപ്പെട്ട മുസ്താഖ് അവരുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രതിഷേധം വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, വഖഫ് എന്ന വിഷയം അത് അറബി പദമാണ്, ഇസ്ലാമികമാണ്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വഖഫ് എന്നതിന്റെ അർത്ഥം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഹസ്ബു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മാ ബഖാഇൽ ഐനി അലാ മസ്റഫിൻ മുബാഹിൻ. ഒരു കാലാകാലം നിലനിൽക്കുന്ന ഒരു ഉപകാരം, അതിന്റെ ആ വസ്തുവിന്റെ തടി ബാക്കിയാവലോട് കൂടെ കാലാകാലം നിലനിൽക്കുന്ന ആ വസ്തുവിന്റെ ഉപകാരം നല്ലൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് വഖഫ് എന്നുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിൽ വഖഫ് എന്നുള്ളത് വരാനുള്ള കാരണം തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാവപ്പെട്ടവരെയും അഗതികളെയും അനാഥരെയും സംരക്ഷിക്കാൻ വേണ്ടി, അവരെ പുരോഗതിയിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് സദഖ ചെയ്യുന്നത് വരെ നിങ്ങൾ പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. അന വഖാഫിലുൽ യതീം ഹകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവൻ നാളെ ആഖിറത്തിൽ ഇതുപോലെയാണ്, അടുത്തടുത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇങ്ങനെ സ്വഹാബികളെ, അവിടുത്തെ അനുയായികളെ സ്വതക ചെയ്യാൻ വേണ്ടി, ദാനം ചെയ്യാൻ വേണ്ടി, പാപങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, അനാഥരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അവിടെ നിന്ന് പ്രോത്സാഹനങ്ങൾ നടത്തി. ഇത് കേട്ട സ്വഹാബികള് അവിടെ നിന്ന് ഭക്ഷണം സ്വതക ചെയ്യാൻ തുടങ്ങി, വസ്ത്രങ്ങൾ ദാനം ചെയ്യാൻ തുടങ്ങി, വീടില്ലാത്തവർ തന്റെ വീട്ടിൽ അവർ പാർപ്പിക്കാൻ തുടങ്ങി, തന്റെ തോട്ടങ്ങൾ അവർ ദാനം ചെയ്യാൻ തുടങ്ങി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ മനുഷ്യന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ഒരു മുസ്ലിമൻ ഇദാ മാത്തൽ മുസ്ലിം, ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇൻകത അമലു, അവന്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും. പക്ഷെ ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. നിസ്കാരം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനക്ക് പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല, നോമ്പ് നോക്കാൻ കഴിയില്ല, എല്ലാം സ്റ്റോപ്പായി കഴിഞ്ഞു. അവൻ ജീവിതകാലത്ത് എത്രയോ ചെയ്തോ അതവനക്ക് ദഖി എന്നല്ലാതെ മരിച്ചതിന്റെ ശേഷം അവനക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞത് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖകള്, കാലാകാലം നിലനിൽക്കുന്ന സ്വദഖകള് അതൊരുത്തൻ ചെയ്താൽ അത് മരിച്ചതിന്റെ ശേഷം അവനക്ക് ലഭിക്കും, അത് മുറിഞ്ഞു പോകാനില്ല. ഇവിടെ നിന്നാണ് വഖഫ് എന്നുള്ള കാര്യം ഇവിടെ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ സ്വഹാബികളെല്ലാം അവിടുന്ന് അവരുടെ സ്വത്തുകളെല്ലാം വഖഫ് ചെയ്യാൻ വേണ്ടി, സാമ്പത്തികമായ ശേഷിയുള്ളവരെ വഖഫ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഒരുങ്ങുകയാണ്. കാരണം മരിച്ചതിന്റെ ശേഷം ഞങ്ങൾക്ക് അതിന്റെ കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഒരു കിണറ് അത് വഖഫ് ചെയ്താൽ പിന്നെ ആ കിണറ് വിൽക്കാൻ പറ്റൂല, അതിനനന്തരമായി സ്വത്തായി എടുക്കാൻ പറ്റൂല. അത് പിന്നെ കാലാകാലം ആ വെള്ളം ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമെന്നല്ലാതെ അതിനെ ഒരാൾക്കും അതിനെ വിൽക്കാൻ പറ്റുകയില്ല. അതാരാണ് വഖഫ് ചെയ്തത്, അവനക്ക് എത്ര കാലം അത് ഉപയോഗിക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം അതിന്റെ കൂലികൾ ലഭിക്കുകയാണ്. ആദ്യമായി വഖഫ് ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖൈബർ സമരത്തിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരമായി ലഭിച്ച സ്വത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അത് വഖഫ് ചെയ്യുകയാണ്. അതിനെ പിന്നെ വിൽക്കാൻ പറ്റില്ല, അതിനെ പിന്നെ അനന്തരമായി സ്വത്തെടുക്കാൻ പറ്റില്ല. ദരിദ്രർക്ക്, പാപങ്ങൾക്ക്, അതേപോലെ അഗതികൾക്ക് അതിന്റെ ഫലങ്ങൾ എടുക്കാം. ഇത് നബി ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി വഖഫ് ചെയ്തത്. അതിന്റെ ശേഷം ഓരോ സ്വഹാബികളും സാമ്പത്തികമായി ശേഷിയുള്ളവരെ അവരുടെ തോട്ടങ്ങൾ വഖഫ് ചെയ്യാൻ തുടങ്ങി, അവരുടെ കിണറുകൾ വഖഫ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് അവരുടെ താബിഈങ്ങള്, ലോകത്ത് വരുന്ന സർവ്വ മുസ്ലിമീങ്ങളും അവരുടെ മരണത്തിന്റെ ശേഷം കാലാകാലം കൂലികൾ ലഭിക്കണമെന്ന ഉദ്ദേശം കൊണ്ട് തന്നെ അവരവരുടെ സ്വത്തുകൾ വഖഫ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യ രാജ്യത്തും മുൻകഴിഞ്ഞ മുസ്ലിമീങ്ങള് ഇവിടെ അതാ ഒരുപാട് സ്വത്തുകൾ അവരതാ വഖഫ് ചെയ്യുകയാണ്. കാരണം അവർക്ക് അതിന്റെ കൂലി ലഭിക്കണമെന്ന ഒരൊറ്റ കാരണം കൊണ്ട്. സാക്ഷാർ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ രാജ്യത്ത് 4.9 ലാഖ് അപ്രോക്സിമേറ്റ്ലി അവിടെ
എന്നതായി വഖഫിന്റെ സ്വത്തായി ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? ഇത് നാം മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്തതാണ്. നാം മുസ്ലിമീങ്ങൾ ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അക്രമമായി പിടിച്ചെടുത്തതല്ല, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് മുസ്ലിമീങ്ങൾക്ക് മാത്രമായി ഔദാര്യമായി കൊടുത്തതല്ല. അത് മുസ്ലിം സഹോദരന്മാർ അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്. നമ്മാരുടെയും ഔദാര്യമല്ല. അതിനെ കൈകാര്യം ചെയ്യേണ്ടവര് അത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. തികച്ചും അതൊരു മതപരമായ കാര്യമാണ്, അത് ഇസ്ലാമികപരമായ ഒരു കാര്യമാണ്. അതിനെ നിയന്ത്രിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും മുസ്ലിമീങ്ങളാണ്. ഇവിടെയും ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും അവരുടെ മതപരമായി ജീവിക്കാനും അതനുസരിക്കാനും അത് പ്രൊപഗേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന നമുക്ക് നൽകിയതാണ്. അതിനെ ആ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ് ഗവൺമെന്റ്, അതിനൊക്കെ സേഫ്റ്റി കൊടുക്കേണ്ടതാണ് ഗവൺമെന്റ്. എന്നല്ലാതെ അവരുടെ കാര്യത്തിൽ, മതപരമായ കാര്യത്തിൽ അക്രമമായി ഇടപെടേണ്ടതല്ല. അതിനെ മറ്റുള്ളവരെയും ചേർത്തിക്കൊണ്ട്, അവരെ മറ്റുള്ളവരുമായി ചേർത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ മതപരമായ കാര്യത്തിൽ ഇടപെടലല്ല ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.